നമ്മൾ ചെയ്യാൻ പോണത് ഗ്രീൻ പീസ് മസാലക്കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കഴുകി വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസിൽ ഇട്ട് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടിയാണ് കറി വയ്ക്കുന്നത്. ഉപ്പും ചേർത്ത് ഒന്നിളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇഞ്ചി, വേപ്പില, പച്ചമുളക്, സവാള, തക്കാളി ഒക്കെ കൂടിയിട്ട് അടച്ച് നമ്മൾ വേവിച്ച് എടുക്കുക. അതിന് ശേഷം തേങ്ങ വറുക്കുക. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ വയ്ക്കുന്നത്. തേങ്ങ വറുക്കാം. അതിന് ശേഷം മല്ലിപ്പൊടി, തേങ്ങ ഒരുവിധം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി മസാലക്കൂട്ട് ചേർക്കണം. ഞാൻ കുറച്ച് കറിയേ വയ്ക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളൊക്കെ കൂടുതൽ കറി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ സാധനങ്ങൾ ചേർക്കണം. ഇപ്പോൾ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വെന്തു. നമ്മൾ നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടിയായിട്ട് മസാലപ്പൊടിയൊക്കെ വറുത്ത് ശരിയാക്കി വെച്ചു. അത് ചൂടാറുമ്പോഴത്തേനും നമുക്ക് ഉള്ളി അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഉള്ളി അരിയാണ്. അതിന് അപ്പോഴേക്കും നാളികേരം ചൂടാറി. ഇനി നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഉള്ളി മൂപ്പിക്കാം. ചുവന്നുള്ളി, വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ വെളുത്തുള്ളി ചേർക്കണ്ട കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റും മണവും ഇഷ്ടമുള്ളവർ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കുക. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ, മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പ് കുറച്ച് നേരം ഈ ഉള്ളി മൂപ്പിച്ചതിലേക്കിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയും ചാറ് ചേർത്ത് കുറുകി കഴിയുമ്പോൾ ഇറക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി കറി നല്ല ടേസ്റ്റായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നല്ല ടേസ്റ്റാണ് വെച്ചാൽ.